ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണല്ലേ തക്കാളി ചട്നി. അപ്പോൾ ഇന്ന് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കാശ്മീരി ചില്ലിയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ 6 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല മുളകാണ് ഉള്ളതെങ്കിൽ ഒരു 3 ഒക്കെ മതിയാവും കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവോള ക്യൂബായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള നമുക്ക് എന്തായാലും അരച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പം വെളുത്തുള്ളിയും സവാളയും നന്നായിട്ട് വഴന്നു വന്നപ്പം അത് കോരി മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 4 തക്കാളി അങ്ങനെ നടുകെ കീറിയിട്ട് കമത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂടിയൊക്കെ തുറന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ തക്കാളിയുടെ തൊലി ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് ഇങ്ങനെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാമേ. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം മാത്രം നമുക്ക് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തക്കാളിയെല്ലാം ഞാൻ ചൂടാറി വന്നപ്പോഴേക്ക് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ചട്നിക്ക് കിട്ടും കേട്ടോ ഈ പഞ്ചസാര ചേർത്തപ്പം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. ഇനി നമുക്ക് കുറച്ച് കടുവും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചിട്ട് നമ്മളുടെ ചട്നിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു ചട്നി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.